ഞാൻ ഡോക്ടർ അശ്വിൻ പദ്മനാഭൻ, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ്. ഇന്ന് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, അതായത് ഗർഭപാത്രത്തിൽ വരുന്ന ബിനൈൻ മുഴകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. മിക്കവാറും ലേഡീസിന് ഈ മിഡിൽ ഏജിൽ 30 to 40 ഇയേഴ്സിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. ഈ ഫൈബ്രോയിഡ്സ് കുറേ സമയങ്ങളിൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് സിംറ്റമാറ്റിക് ആയിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് മെനോപോസ് ആവുമ്പോൾ തന്നെ കുറയുന്നതാണ്. എങ്കിലും കുറച്ച് ആൾക്കാർക്ക് കാര്യമായ മെൻസസിന്റെ സമയത്ത് കാര്യമായ ബ്ലീഡിങ് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പണ്ട് സർജിക്കൽ ഓപ്ഷൻസ് മാത്രമേ യൂട്രൈൻ ഫൈബ്രോയിഡ്സിന് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം യൂട്രസ് എടുത്ത് കളയുന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം സർജറി അഡ്വാൻസ്ഡ് ആയപ്പോൾ ലാപ്രോസ്കോപ്പിക്കലി പോയിട്ട് മുഴ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് രക്തക്കൊഴൽ വഴി പോയി ഉള്ളിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 2 to 3 months ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങും. എല്ലാ പേഷ്യൻസിനും ഇംപ്രൂവ്മെന്റ് വരണം നിർബന്ധമില്ല, പക്ഷെ 70% ആൾക്കാർക്കും ഇംപ്രൂവ്മെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സർജറി കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഈ ടെക്നിക്കിന് യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ എന്നാണ് പറയുന്നത്. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ആവുകയാണെങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.